CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ KSU അക്രമത്തിൽ വ്യാപക പ്രതിഷേധം. ചെർപ്പുളശ്ശേരിയിൽ CPM പ്രതിഷേധ പ്രകടനം നടത്തി. കനത്ത ചൂടിന് ആശ്വാസം നൽകി കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. തെക്കൻ കേരള തീരത്തിനു സമീപം തെക്കു കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി എന്നിവ നിലനിൽക്കുന്നതാണ് മഴയ്ക്കു കാരണം. കടമ്പഴിപ്പുറം വായില്യാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറി. വൈകുന്നേരം പൂരവിളംബര ഘോഷയാത്രയും സാംസ്കാരിക സദസ്സും നടന്നു. കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചു നടന്ന നളചരിതം കഥകളി ആസ്വാദകർക്ക് നവ്യാനുഭവമായി. നിരവധി പേർ കഥകളി ആസ്വദിക്കാൻ എത്തി. ബുധനാഴ്ച ക്ഷേത്രത്തിൽ പള്ളിവേട്ടയും നടന്നു. ഉത്സവപ്രേമികളുടെ കണ്ണും മനവും കുളിർപ്പിച്ച് പാലക്കാട് കല്ലേപ്പുള്ളി കുമ്മാട്ടി ഉത്സവം ആഘോഷിച്ചു. എഴുന്നള്ളത്തുകളും വാദ്യവിശേഷങ്ങളും ചന്തം ചാർത്തിയ ഉത്സവത്തിൽ തട്ടകത്തിന് ആവേശം പകർന്ന് കുമ്മാട്ടിച്ചാട്ടം ഉൾപ്പെടെയുള്ള അനുഷ്ഠാന ചടങ്ങുകളും നടന്നു. കനത്ത ചൂടിന് ആശ്വാസം നൽകി കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. തെക്കൻ കേരള തീരത്തിന് സമീപം തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി എന്നിവ നിലനിൽക്കുന്നതാണ് മഴയ്ക്ക് കാരണം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മിതമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം 26-ാം തീയതി മുതൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഴയുടെ അളവ് കുറയും. ഫെബ്രുവരി 27-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 28-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഗ്രീൻ അലർട്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ഉള്ള സമയത്ത് ജാഗ്രത അത്യാവശ്യമാണ്. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ തുറന്ന സ്ഥലങ്ങളിൽ ഇരിക്കുന്നതും മരങ്ങൾക്കടിയിൽ നിൽക്കുന്നതും ഒഴിവാക്കണം. ഇടിമിന്നൽ സമയത്ത് വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും വൈദ്യുതോപകരണങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് CCN. ചെർപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫാഷൻ ഡിസൈൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. കോളേജ് വനിതാ വികസന സെല്ലിന്റെയും ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സുസ്ഥിര ഫാഷൻ സമകാലിക സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് പ്രമുഖ ഫാഷൻ ഡിസൈനറും സംരംഭകയും ജർമ്മൻ ഗ്ലോബൽ എക്കണോമിക് ഫോറം സെനറ്ററുമായ ഡോക്ടർ ആയിഷ റൂബി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എന്ന് ലക്ഷ്യം മുന്നിട്ടാണ് അവർ ഈ മേഖലയിൽ ഇറങ്ങിത്തിരിച്ച് കാസർഗോഡിൽ നിന്നും പാലക്കാട്ടേക്ക് വന്ന് അവർ തുണിത്തരങ്ങളൊക്കെ വാങ്ങി ഈ ഒരു മേഖലയിൽ അവിടെ സ്വന്തമായി ഒരു സംരംഭം അവിടെ പാലക്കാട് ചന്തകളിൽ തുടർന്നുപോയിട്ടുണ്ട്. പി മുഹമ്മദ് ഉനൈസ് മുഖ്യപ്രഭാഷണം നടത്തി. എസ് സ്നേഹ, CN ശാന്തിനി, ശ്രീനിത്യ, OK ലിജിത എന്നിവർ ആശംസകൾ നേർന്നു. ഫാഷൻ മേഖലയിലെ പുതിയ പ്രവണതകളും വിപണന സാധ്യതകളും പരിചയപ്പെടുത്തിയ വർക്ക്ഷോപ്പ് വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമായി. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ 8 ദിവസത്തെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. രാവിലെ ചൊവ്വലൂർ മോഹനൻ വാര്യരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി.
തന്ത്രിമാരായ പെരുമ്പടപ്പ് ഋഷികേശൻ സോമയാജിപ്പാട്, മേൽമുളയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ചാക്യാർകൂത്ത്, 6-ന് ചുറ്റുവിളക്ക്, നാഗസ്വരം എന്നിവ നടന്നു. രാത്രി ചൊവ്വല്ലൂർ മോഹനൻ വാര്യർ നയിച്ച പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ പള്ളിവേട്ട തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് കളമെഴുത്തുപാട്ടും പള്ളിക്കുറുപ്പും ചടങ്ങുകളുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ഉത്സവത്തിന്റെ 8ാം ദിനമായ വ്യാഴാഴ്ച ആറാട്ടുത്സവം ആഘോഷിക്കും. CCN ചെർപ്പുളശ്ശേരി. ഉത്സവ പ്രേമികളുടെ കണ്ണും മനവും കുളിർപ്പിച്ച് പാലക്കാട് കല്ലേപ്പുള്ളി കുമ്മാട്ടി ഉത്സവം ആഘോഷിച്ചു. എഴുന്നള്ളത്തുകളും വാദ്യവിശേഷങ്ങളും ചന്തം ചാർത്തിയ ഉത്സവത്തിൽ തട്ടകത്തിന് ആവേശം പകർന്ന് കുമ്മാട്ടിച്ചാട്ടം ഉൾപ്പെടെയുള്ള അനുഷ്ഠാന ചടങ്ങുകളും നടന്നു. തിങ്കളാഴ്ച രാവിലെ ഈടുവെടിയോടെ തൊണ്ടർകുളങ്ങര ഭഗവതിയുടെ തട്ടകം ഉത്സവ ലഹരിയിലായി. രാവിലെ 9-ന് കാഴ്ചശീവേലി തുടങ്ങി. 60 കലാകാരന്മാർ അണിനിരന്ന പഞ്ചവാദ്യവും ആനകളും അകമ്പടിയായി. ഉച്ചയ്ക്ക് പൂമൂടലോടെ ഉച്ചപൂജയും തായമ്പകയും ഉണ്ടായി. വൈകിട്ടായിരുന്നു കുമ്മാട്ടിച്ചാട്ടം. തുടർന്ന് പകൽവേല എഴുന്നള്ളി.
പഞ്ചവാദ്യം, കലാരൂപങ്ങൾ, പറവാദ്യം, ശിങ്കാരിമേളം എന്നിവ അകമ്പടിയായി. തുടർന്നു നടന്ന പാണ്ടിമേളം തട്ടകത്തിനെ ആവേശത്തിലാക്കി. പകൽവേല ക്ഷേത്ര സന്നിധിയിലെത്തിയതോടെ ഇരട്ട തായമ്പക നടന്നു. CCN പാലക്കാട്. കാറൽമണ്ണ തിരുമല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചു നടന്ന നളചരിതം കഥകളി ആസ്വാദകർക്ക് നവ്യാനുഭവമായി. നിരവധി പേർ കഥകളി ആസ്വദിക്കാൻ എത്തി. കലാമണ്ഡലം ഷൺമുഖദാസാണ് നളനായി അരങ്ങിലെത്തിയത്. കലാമണ്ഡലം ആഷിഖ് നാരദനായും സദനം ബാസി ഹംസമായും അരങ്ങിലെത്തി.
മരിയ നമ്പൂതിരിയാണ് ദമയന്തിയായി വേഷമിട്ടത്. ഡോക്ടർ ഹീര സഞ്ജു, മഞ്ജലി മുണ്ടേക്കാട് എന്നിവർ സഖിമാരായും അരങ്ങിലെത്തി. തുടർന്ന് ദുര്യോധനവധം കഥകളിയും നടന്നു. ദുര്യോധനായി കലാമണ്ഡലം നീരജും ഭാനുമതിയായി കലാമണ്ഡലം ഗൗരി ചക്രവർത്തിയും തിളങ്ങി. CCN ചെർപ്പുളശ്ശേരി. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ KSU അക്രമത്തിൽ വ്യാപക പ്രതിഷേധം. ചെർപ്പുളശ്ശേരിയിൽ CPM പ്രതിഷേധ പ്രകടനം നടത്തി. ഒരു സ്ത്രീക്കെതിരായി ഉള്ള ഈ കടന്നാക്രമണം നമുക്ക് വലിയ തോതിൽ അപലപിക്കപ്പെടേണ്ടതാണ്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു വനിതാ മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം നടന്നതായിട്ട് ചരിത്രത്തിന്റെ 4 അയലത്ത് പോലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ തികച്ചും ആസൂത്രിതമായി കൈവിരലിൽ എണ്ണാവുന്ന 5ഓ 6ഓ അക്രമികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ആസൂത്രിതമായി കൊണ്ടുള്ള കയ്യേറ്റ ശ്രമമാണ് അവിടെ നടന്നത്. മുൻകൂട്ടി പ്രഖ്യാപിക്കാതെയുള്ള സമരമാണ് നടന്നത് എന്ന് മാത്രമല്ല, ആ സമരം നടക്കുന്ന അവസരത്തിൽ ആ നിമിഷം തന്നെ അവിടെ ചാനലുകളെല്ലാം തന്നെ വരികയാണ്. അപ്പോൾ ഈ സമരം അവിടെ നടക്കുമെന്നുള്ളത് മുൻകൂട്ടി ചാനലുകാരെ വിളിച്ചറിയിച്ച് അവരെ മുഴുവൻ തന്നെ കൊണ്ടുവന്ന് അവരുടെ ഇടയിൽ വെച്ചിട്ട് മന്ത്രിയെ കയ്യേറ്റം ചെയ്യാനും അപമാനിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഇവരെ നമ്മൾ തിരിച്ചറിയേണ്ടതല്ലേ? 10 ആളെ വിളിച്ചു കിട്ടാത്ത പാർട്ടിയാണ് ഈ KSUവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്. 10 ആളെ കിട്ടില്ല നമ്മുടെ നാട്ടിൽ പിടിച്ച. എങ്ങനെ കിട്ടാനാണ്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ തന്നെ നമുക്കറിയാവുന്ന ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ അവർക്ക് നേതൃത്വം കൊടുക്കുന്നത്. സ്ത്രീകളെ കണ്ടാൽ പേപ്പട്ടികളെ പോലെ പ്രവർത്തിക്കുന്നവരല്ലേ ഇവരൊക്കെ നമ്മുടെ നാട്ടില്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇതാണ് കേരളത്തിൽ നടക്കുക. CCN ചെർപ്പുളശ്ശേരി. കടമ്പഴിപ്പുറം വായില്യാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറി. വൈകുന്നേരം പൂരവിളംബര ഘോഷയാത്രയും സാംസ്കാരിക സദസ്സും നടന്നു. പുലർച്ചെ 5 മണിക്കു നടന്ന ഗണപതി ഹോമത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് ഉഷപൂജ, ചതുശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചഗവ്യം, ഉച്ചപൂജ തുടങ്ങിയ വിശേഷാൽ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടന്നു. രാത്രി 8 മണിയോടെ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ കൊടിയേറ്റം നടന്നു.
ഇതിനു പിന്നാലെ മാഞ്ഞുരുള്ളി ദിനേശിന്റെ അഷ്ടപതിയും പുഞ്ചപ്പാടം വാസുദേവപുരം ബ്രദേഴ്സ് അവതരിപ്പിച്ച പഞ്ചാരിമേളവും നടന്നു. വൈകുന്നേരം മേലെത്രിക്കോവിൽ നിന്നും പൂരവിളംബര ഘോഷയാത്ര ആരംഭിച്ചു. 6 മണിക്ക് ദീപാരാധനയും കലശം നിറയ്ക്കലും നടന്നതിനെ തുടർന്ന് സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ വിന്ദുജ വിജയൻ സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് എം മുകുന്ദൻ മാസ്റ്ററെ വായില്യാംകുന്ന് ഭഗവതി കലാശ്രേഷ്ഠം പുരസ്കാരം നൽകി ആദരിച്ചു. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് നാടും നഗരവും പൂരലഹരിയിലേക്ക്. മണ്ണാർക്കാട് പൂരത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങായ പൂരം പുറപ്പാട് ഇന്ന് നടക്കും. രാത്രി 11 മണി മുതൽ 12 മണി വരെയാണ് പൂരം പുറപ്പാടും ആറാട്ടെഴുന്നള്ളിപ്പും നടക്കുക. ഗജരാജൻ മുള്ളത്ത് ഗണപതി തിടമ്പേറ്റുന്ന ചടങ്ങിൽ മച്ചാട് ഗോപാലൻ, കൂറ്റനാട് വിഷ്ണു എന്നീ ആനകൾ അനുഗമിക്കും. പുലർച്ചെ 12 മണി മുതൽ 2 മണി വരെ മേളവും ഇടയ്ക്ക് പ്രദക്ഷിണവും നടക്കും. പൂരത്തോടനുബന്ധിച്ച് വൈകുന്നേരം മുതൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ആധ്യാത്മിക പ്രഭാഷണത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. 6:15 ദീപാരാധനയെ തുടർന്ന് മണ്ണാർക്കാട് മെഗാ തിരുവാതിര ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന തിരുവാതിര കളി അരങ്ങേറും. രാത്രിയിൽ ഉണർവ് ചേരംകുളം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും വിവിധ നാടൻ കലാരൂപങ്ങളും പൂരത്തിന് മാറ്റുകൂട്ടും. പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ഈ വർഷത്തെ ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക വാദ്യപ്രവീണ പുരസ്കാരം സമർപ്പിക്കും. പ്രശസ്ത ഇടയ്ക്ക കലാകാരൻ തിരുവല്ലോമല ഹരിക്കാണ് പുരസ്കാരം. മണ്ണാർക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ 8 ദിവസം ഇനി ഉത്സവത്തിന്റെയും ആഹ്ലാദത്തിന്റെയും എല്ലാം ആമോദത്തിന്റെയും എല്ലാം ദിവസങ്ങളാണ്. ദിവസേനയുള്ള ദേവിയുടെ ആറാട്ടിന് ജനസഹസ്രങ്ങളാണ് ഒത്തുകൂടാറുള്ളത്. അതേപോലെ തന്നെ വലിയാറാട്ട് ദിവസം നടത്തുന്ന പഞ്ചവാദ്യം, രാത്രിയുള്ള പഞ്ചാരിമേളം എന്നിവയെല്ലാം ആസ്വദിക്കാൻ മണ്ണാർക്കാടിന്റെ പുറത്തു നിന്നുള്ള കലാ ആസ്വാദകരും എത്തിച്ചേരാറുണ്ട്. ഈ വർഷവും നല്ലൊരു ജനക്കൂട്ടത്തെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വലിയാറാട്ട് ദിവസം നടത്തുന്ന കുന്തിപ്പുഴയിലെ കഞ്ഞിപാർച്ച എന്ന ചടങ്ങ് എല്ലാ വർഷത്തെയും പോലെ അതിനും വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ നടത്തി കഴിഞ്ഞു. CCN മണ്ണാർക്കാട്. തെങ്കര ഗ്രാമപഞ്ചായത്തിലെ കൊറ്റിയോട് അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. കൊറ്റിയോട് കളത്തിൽ വീട്ടിൽ ശിവദാസൻ, അയൽവാസിയായ കൊറ്റിയോട് നഗർ സ്വദേശി ബിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ പശുവിനെ മേയിച്ചുകൊണ്ടിരുന്ന ശിവദാസനും ബിനീഷും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും അത് കയ്യാങ്കളിയിൽ എത്തുകയുമായിരുന്നു. തർക്കത്തിനിടെ ബിനീഷ് കല്ലെടുത്ത് ശിവദാസനെ കുത്തി. ഇതിൽ പ്രകോപിതനായ ശിവദാസൻ തന്റെ കൈവശമുണ്ടായിരുന്ന പുല്ലരിയുന്ന അരിവാൾ ഉപയോഗിച്ച് ബിനീഷിനെ വെട്ടുകയായിരുന്നു. ബിനീഷിന്റെ കഴുത്തിലും തലയിലും വലതുകൈയിലുമാണ് വെട്ടേറ്റത്. ഇതിൽ ഇടതുകൈയിലെ മോതിരവിരൽ വെട്ടേറ്റ് മുറിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. തലയ്ക്കു പിന്നിൽ 10ഓളം തുന്നലുകളുണ്ട്. പരിക്കേറ്റ ബിനീഷിനെ ആദ്യം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ബിനീഷിന്റെ ആക്രമണത്തിൽ ശിവദാസന്റെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ശിവദാസനും ചികിത്സയിലാണ്. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ KSU അക്രമത്തിൽ വ്യാപക പ്രതിഷേധം. ചെർപ്പുളശ്ശേരിയിൽ CPM പ്രതിഷേധ പ്രകടനം നടത്തി. കനത്ത ചൂടിന് ആശ്വാസം നൽകി കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. തെക്കൻ കേരള തീരത്തിനു സമീപം തെക്കു കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി എന്നിവ നിലനിൽക്കുന്നതാണ് മഴയ്ക്കു കാരണം.
കടമ്പഴിപ്പുറം വായില്യാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറി. വൈകുന്നേരം പൂരവിളംബര ഘോഷയാത്രയും സാംസ്കാരിക സദസ്സും നടന്നു. കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചു നടന്ന നളചരിതം കഥകളി ആസ്വാദകർക്ക് നവ്യാനുഭവമായി. നിരവധി പേർ കഥകളി ആസ്വദിക്കാൻ എത്തി. ബുധനാഴ്ച ക്ഷേത്രത്തിൽ പള്ളിവേട്ടയും നടന്നു. ഉത്സവപ്രേമികളുടെ കണ്ണും മനവും കുളിർപ്പിച്ച് പാലക്കാട് കല്ലേപ്പുള്ളി കുമ്മാട്ടി ഉത്സവം ആഘോഷിച്ചു. എഴുന്നള്ളത്തുകളും വാദ്യവിശേഷങ്ങളും ചന്തം ചാർത്തിയ ഉത്സവത്തിൽ തട്ടകത്തിന് ആവേശം പകർന്ന് കുമ്മാട്ടിച്ചാട്ടം ഉൾപ്പെടെയുള്ള അനുഷ്ഠാന ചടങ്ങുകളും നടന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.